നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സ്ഥാപിച്ച AI ക്യാമറകൾക്ക് 1 വയസ്സ്. ഇതുവരെ പിഴയായി ഖജനാവിലെത്തിയത് 71.18 കോടി രൂപ മാത്രം. 59.58 ലക്ഷം കേസുകളിലായി 390 കോടി രൂപ പിഴയിട്ടെങ്കിലും 1/5 പോലും സർക്കാരിന് കിട്ടിയിട്ടില്ലെന്ന് ചുരുക്കം. 25 ലക്ഷം കേസുകളാണ് പ്രതീക്ഷിച്ചത്. പിഴ നോട്ടീസ് വിതരണം നിർത്തിയതാണ് വരുമാനത്തെ ബാധിച്ചത്. പിടിക്കപ്പെട്ടതിൽ 25 ലക്ഷം പേർക്ക് മാത്രമാണ് നോട്ടീസ് നൽകിയത്. കരാർ കാലാവധി കഴിഞ്ഞതോടെ നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തി. നോട്ടീസ് നൽകുമ്പോൾ പിഴയുടെ 25% അടയ്ക്കപ്പെടുന്നുണ്ട്. SMS മാത്രമാകുമ്പോൾ 8% പിഴയടയ്ക്കുന്നത് കുറയും. 25 ലക്ഷം പേർക്ക് കൂടി നോട്ടീസ് അയച്ചാൽ കുറഞ്ഞത് 70 കോടി രൂപ ഖജനാവിലെത്തുമെന്നാണ് നിഗമനം. പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ വർഷം 120 കോടി രൂപ പിഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കെൽട്രോണിന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ പദ്ധതിയിൽ 230 കോടി രൂപയായിരുന്നു ചെലവ്. 11.7 കോടി രൂപ വീതം 20 തവണകളായി കെൽട്രോണിന് തുക കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉപകരാറുകളിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം ഹൈക്കോടതിയെ സമീപിച്ചതോടെ കെൽട്രോണിനുള്ള പ്രതിഫലം തടഞ്ഞു. കോടതി അനുമതിയോടെ 2 തവണയായി 20 കോടി രൂപ കൈമാറി. AI ക്യാമറ പദ്ധതി തുടങ്ങിയത് 2023 ജൂൺ 3-ന്. ക്യാമറകൾ 726. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ 40 ക്യാമറകൾ നീക്കം ചെയ്തു. ദിവസം 12,000 മുതൽ 15,000 വരെ നിയമലംഘനങ്ങൾ. ക്യാമറകൾ വന്ന ശേഷം അപകട നിരക്ക് കുറഞ്ഞിട്ടില്ലെങ്കിലും മരണത്തിൽ മുൻ വർഷങ്ങളേക്കാൾ 10% കുറവുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ്.